എന്താണ് ഇഹ്റാമിന്റെ അദബുകൾ? ഒന്ന് കുളിക്കണം. കുളിക്കുമ്പോൾ നിയ്യത്ത് വെച്ച് കുളിക്കണം. ഞാൻ ഇഹ്റാമിനും വേണ്ടി കുളിക്കുന്നു. നമ്മൾ പിന്നെ ഇഹ്റാമിന്റെ കുളി ഞാൻ കുളിക്കുന്നു. വെള്ളിയാഴ്ച കുളിക്കലുണ്ട് ജുമാക്ക്. എന്താ നിയ്യത്ത് കൊണ്ട്? ജുമയുടെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു. ആരാ കുളിക്കേണ്ടത്? ജുമക്ക് പോകൽ നിർബന്ധമുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും അന്ന് കുളിക്കണം. പെണ്ണുങ്ങൾക്കും ജുമഅന്റെ സുന്നത്ത് കുളിയുണ്ട്. അൽകഹഫും സലാത്തും അവരും ചെല്ലണം. പുരുഷന്മാർക്കും അൽകഹഫും സലാത്തും ചെല്ലണം. അപ്പൊ ഈ നീയത്ത് വെച്ചിട്ടാണ് അവർ കുളിക്കേണ്ടത്. മയ്യത്ത് കുളിപ്പിച്ചാൽ കുളിക്കൽ സുന്നത്തുണ്ട്. മയ്യത്ത് കുളിപ്പിച്ചതിന്റെ പേരിൽ ഞാൻ സുന്നത്തായ കുളി കുളിക്കുന്നു നീയത്ത് വെച്ചാലേ ആ കൂലി കിട്ടുള്ളൂ. ഓടി ഷവറിന്റെ അടിക്കാണ് ചെന്ന് എന്നിട്ട് പൈപ്പ് തിരിച്ച് കുറെ വെള്ളം വീറ്റി കുളിച്ച സുന്നത്ത് കിട്ടൂല, മേല് വൃത്തിയാവും. അപ്പൊ എന്തൊരു അമലും ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകളുടെ സിഹത്ത് അല്ലെങ്കിൽ അമലുകളുടെ കമാലിയത്ത് അത് നിയ്യത്തുകളെ കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇഹ്റാമിനും വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കുളിച്ചു. കുളിയൊക്കെ കുളിക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ നീക്കേണ്ട വൃത്തികേടുകളൊക്കെ നീക്കി, നഖം നീക്കേണ്ട രോമങ്ങളൊക്കെ നീക്കി, എന്നിട്ട് കുളിച്ചു. കുളി കഴിഞ്ഞതിന് ശേഷം അല്പം അത്തർ സുഗന്ധം എടുത്തിട്ട് ശരീരത്തിൽ പുരട്ടണം, വസ്ത്രത്തിൽ പുരട്ടണ്ട. ഉടുക്കാൻ പോണ മാറ്റാൻ പോണ വസ്ത്രം ഉണ്ടല്ലോ, അത് നിങ്ങൾ പുരട്ടണ്ട. എവിടെ പറ്റിയാൽ മതി? ശരീരത്തിൽ പുരട്ടിയാൽ മതി. ശരീരത്തിൽ എവിടെയും പറ്റിക്കോളൂ. അതെന്താ അങ്ങനെ? അതങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു തുണി ഉടുക്കുന്നു, ഒരു തുണി പുതക്കുന്നു ആണുങ്ങൾ. പെണ്ണുങ്ങളായാലും അവരെ പർദ്ദ. അപ്പൊ ആ വസ്ത്രത്തുമൽ പുരട്ടി നമ്മൾ പുതക്കണം മുണ്ടുമ്പോഴാണത് പുരട്ടി നല്ല അത്രാണ്, കറയൊന്നുമില്ല. എന്നിട്ട് എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് ഉസ്താദെ ഞാനൊന്ന് മൂത്രമൊഴിച്ച് വരാം. എന്നാ മൂത്രമൊഴിച്ച് വാ. മൂത്രമൊഴിക്കാൻ പോയി. ബാത്റൂം പോയി, വാഷ്റൂമിൽ പോയി. അവിടെ നിന്ന് ഇയാൾ ഈ മുണ്ടെടുത്ത് മാറ്റി അവിടെ വെച്ച് മൂത്രമൊഴിച്ച് ഒതുവൊക്കെ ഉണ്ടാക്കി വരികയാണ്. രണ്ടാമത് ഈ മുണ്ടെടുത്ത് മേത്ത് കൂടെ ഇടുമ്പോൾ സുഗന്ധം ഉള്ള വസ്ത്രം ധരിക്കലാകും. അത് വരാതിരിക്കാനാണ് വസ്ത്രത്തിൽ പുരട്ടണ്ടെന്ന് പറഞ്ഞത്. ഇത് പെണ്ണുങ്ങൾക്കും അങ്ങനെ തന്നെ. പെണ്ണുങ്ങൾ ഇഹ്റാമിനും വേണ്ടി വസ്ത്രത്തിൽ അത്ര പറ്റിയിട്ടുണ്ടെങ്കിൽ അവള് ഒതുകൊടുക്കാനൊക്കെ പോയപ്പോ ഈ മുഖമക്കനയച്ച് എവിടെയെങ്കിലും കൊളത്തി വെച്ചു. എന്നിട്ട് ആ പെണ്ണ് അതെടുത്ത് രണ്ടാമത് തലയിലിടും. അപ്പൊ സുഗന്ധം ഉള്ള വസ്ത്രം ധരിക്കൽ വരും. അത് വരാതിരിക്കാൻ എവിടെ പറ്റിയാൽ മതി ആട്ടെ, അത് ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മളെ ചുറ്റിത്തുന്നപ്പെട്ട ഒന്നും പറ്റൂലല്ലോ. അപ്പൊ ഷൂ പറ്റില്ല, സോക്സ് പറ്റില്ല, പിന്നെ ഓപ്പൺ ചെരുപ്പാകണം, നല്ല ഗ്രിപ്പുള്ള ചെരുപ്പാകണം കേട്ടോ. 3 ഉറുപ്യ ശരീരത്താ ചോദ്യം വളരെ പ്രസക്താണ്. ചോദിക്കാൻ പോണെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ശരീരത്തിൽ അത്ര പറ്റി വയർത്തപ്പത് വസ്ത്രത്തിലായി, അത് ആഫുണ്ട്. വസ്ത്രത്തിൽ അത്ര പറ്റിയതല്ലല്ലോ. വസ്ത്രത്തിൽ ആകാതിരിക്കാൻ നോക്കുക. ഇനി വയർത്ത് വസ്ത്രത്തിലായി എന്നാൽ അത് മാഫുവാണ്. പിന്നെ ഇഹ്റാമിൽ അത്ര പെണ്ണുങ്ങൾക്കും സുന്നത്താണ്. പിന്നെ ചെരുപ്പ് പെണ്ണുങ്ങൾക്ക് ഷൂ ഒക്കെ പറ്റും. മാത്രല്ല പെണ്ണുങ്ങൾക്ക് ഷൂ വാങ്ങിക്കൊടുത്ത് നിങ്ങൾ ശീലിപ്പിക്കണം യാത്രൻ്റെ മുമ്പ് തന്നെ. ഒരു 10-20 ദിവസമൊക്കെ ഷൂ ഇട്ടിട്ട്. എന്താ അറിയോ, മിക്ക ആളുകൾക്കും കാലിൻ്റെ മടമ്പ് പൊട്ടും. അത് ഈ മതാബിൽ ഇങ്ങനെ കെമിക്കൽ ഇങ്ങനെ ഇട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം ആണുങ്ങൾക്കും പൊട്ടും പെണ്ണുങ്ങൾക്കും പൊട്ടും. നടന്നിട്ട് കാല് പൊട്ടും. കാല് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെ കഥയും വിഷമാവും. അപ്പം അതിന് ഷൂ ഇട്ട് ശീലിച്ചു കഴിഞ്ഞാൽ, പെണ്ണുങ്ങൾക്ക് സോക്സും ചൂടാലോ, ഇട്ട് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ നല്ലൊരു പരിധി ഉണ്ടാവും. ആണുങ്ങൾക്ക് ഇഹ്റാമല്ലാത്തപ്പോൾ ഷൂ ഇടാം. ഇഹ്റാമല്ലാത്തപ്പോൾ ഷൂ ഇട്ട് ശീലിച്ചാൽ നല്ല വിലപിടിപ്പുള്ള ഷൂ ആയിട്ടൊന്നും പോണ്ട. അത്ര 5-6 നഷ്ടപ്പെടുമെന്ന് ഉറപ്പിക്കണം. അപ്പം വില കുറഞ്ഞ ഷൂ വാങ്ങി പോയിട്ട് കഴിഞ്ഞാൽ കാല് പൊട്ടാതിരിക്കാൻ വളരെ ഉപകാരപ്പെടും. ഇരിക്കട്ടെ, ഇഹ്റാമിലിടരുത്. ഇതൊക്കെ മാറ്റി നമ്മൾ പിന്നെ ഇഹ്റാം കെട്ടിയാൽ പിന്നെ ഒരു തെൽബിയത്തുണ്ട്, എല്ലാവർക്കും അറിയാം. ചെല്ലട്ടെ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഇത് 3 തവണ ആവർത്തിക്കുക. അത് കഴിഞ്ഞാൽ റസൂലുള്ളാഹി ഞങ്ങളുടെ മേൽ ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലുക. പിന്നെ സ്വർഗം ചോദിക്കാൻ, നരകത്തിൽ നിന്ന് അഭയം തേടുക. ഇങ്ങനെയുള്ള ദിക്റുകളൊക്കെ ചൊല്ലിയപ്പോൾ നമ്മുടെ രൂപം മാറി, നമ്മളെ വേഷം മാറി, നമ്മുടെ
മന്ത്രം മാറി. ഒരു മിനിറ്റ് നിങ്ങളൊന്ന് മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, എവിടേക്കാ നമ്മൾ പോണത്? കഅബത്തുങ്ങൾക്ക്. എന്തിനാ പോണത്? അള്ള വിളിച്ചിട്ട് പോണ വിരുന്നുകാരനാ, ളിയൂഫുർ റഹ്മാൻ. നമ്മൾ ഇതിന്റെ ആധ്യാത്മിക ലക്ഷ്യത്തിലേക്കൊന്ന് ചിന്തിക്കണമല്ലോ ഒരു മിനിറ്റ്. അതെ, മസാലയിൽ നിന്നും മാറി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ളിയൂഫുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ വിരുന്നുകാരൻ. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഒരാളെ വിരുന്ന് വിളിച്ചാൽ, അതിലൊരു കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടാൽ എങ്ങനെ പോവുക? നല്ല ചെത്തു വസ്ത്രം. കല്യാണത്തിന് വേണ്ടി കുട്ടികൾക്ക് സ്പെഷ്യൽ വസ്ത്രം വാങ്ങിയേ പറ്റൂ, അങ്ങനെയുള്ള മെത്തേഡാപ്പം. പിന്നെ നല്ല പെർഫ്യൂം, ഇതൊക്കെ ഉപയോഗിച്ച് ചെത്ത് മോഡലില് മുടിയൊക്കെ ചീകി എണ്ണയൊക്കെ പുരട്ടി നല്ല ടിപ് ടോപ്പിലാണ് ആണുങ്ങളും പോവുക, പെണ്ണുങ്ങളും പോവുക. ആണോ അല്ലേ? ഇതെവിടേക്കാ പോണത്? വലിയ വിരുന്നിനാ പോണത്. വിരുന്നുകൾ ചെല്ലുമ്പോ അള്ള പറയാ, എൻ്റെ ആ ചെത്ത് വസ്ത്രമൊക്കെ അവിടെ അയച്ചു വെക്ക്. നമ്മളെ വീട്ടിൻ്റെ അകത്തളത്തില, വീട്ടിൽ കോളിമ്പല്ലും അടിച്ചു ഒരാള് ബനിയനിടാതെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഇറങ്ങി പുറത്തേക്ക് വരുമോ? ഒരു ടർക്കിയെങ്കിലും എടുത്ത് മേത്തിടാതെ കണ്ട ആണുങ്ങൾ പുറത്തു വരും. പെണ്ണുങ്ങൾ വരില്ലല്ലോ എനിക്കറിയില്ല. ആണുങ്ങൾ പുറത്തേക്ക് ഓടി വരികയാണെങ്കിൽ ഒരു ടർക്കിയെങ്കിലും എടുത്തിടും, അല്ലെങ്കിൽ ഒരു ഖാദി ഷർട്ട് ഇടും, അല്ലെങ്കിൽ ഒരു ബനിയെങ്കിലും ഇട്ടിട്ടല്ലേ വരുള്ളൂ. ആ സ്ഥാനത്താണ് നമ്മൾ. ആകെ അഴിച്ചു, ബനിയനില്ല, അടിവസ്ത്രങ്ങളില്ല, ഒന്നുമില്ല. ഒരു മുണ്ടുടുത്തിട്ടുണ്ട്, ഒരു മുണ്ട് മേലുണ്ട്. അള്ള പറയാ, നിന്റെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ചേക്ക്, നിന്റെ ആഡംബര വസ്ത്രങ്ങളൊന്നും എൻ്റെ അടുത്തേക്ക് വേണ്ട. എണ്ണ പറ്റിയാന്നും പാടില്ല, മുടിയൊക്കെ പാറിപ്പറഞ്ഞ്. എന്നാ നല്ലൊരു അത്രയൊന്ന് പറ്റി ദുർഗന്ധം ഒന്ന് പോട്ടെ, പാടില്ല, ഹറാമോ. അപ്പൊ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊന്നും വേണ്ട. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? നിന്റെ ബാഹ്യ സൗന്ദര്യമല്ല ഇവിടെ വേണ്ടത്. ഇവിടെ വേണ്ടത് നിന്റെ ഹൃദയത്തിന്റെ സൗന്ദര്യമാണ്, ഖൽബിന്റെ സൗന്ദര്യം. അതാണ് റബ്ബ് അവിടെ നോക്കണത്. പലലക്ഷം ജനങ്ങൾ, എല്ലാ നാട്ടിൽ നിന്നും വന്ന ആളുകൾ, ആഫ്രിക്കൻ കൺട്രിയിലെ ജനങ്ങൾ, കറുത്തവര്, വെളുത്തവര്, ചെമന്നവര്, എല്ലാ തടിയന്മാര്, എല്ലാ വിവിധ വർഗങ്ങളിലുള്ള ആളുകൾ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരുടെയും വേഷം ഒരേ മാതിരി. രാജാവിന്റെ വേഷവും പ്രജയുടെയും, പണ്ഡിതന്റെയും പാമരന്റെയും, തൊഴിലാളിയുടെയും മുതലാളിയുടെയും എല്ലാവരുടെയും വേഷം ഒന്ന്. അതെന്താ? അത് ബാഹ്യ സൗന്ദര്യം ഇവിടെ വേണ്ട. അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ. അതാ ഞാൻ പറഞ്ഞ, ബാഗ് വെക്കുമ്പോൾ ആദ്യം വേണ്ട എന്താണ്? 2 കിലോ ക്ഷമ എടുത്ത് വെക്കണം. ആ നല്ല മനസ്സാ വേണ്ടത്. പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കണുണ്ടാവും, അതിൻ്റെ ഇടയിൽ കൂടെ കാണാം നമ്മളിങ്ങനെ ഒരു വിധത്തിൽ തിങ്ങിട്ടേ ഇരിക്കണത്. അതിൻ്റെ ഇടയിൽ കൂടെ കാണാം ഒരാഫ്രിക്കക്കാരൻ വന്ന് ഇങ്ങനെ നമ്മളങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിടർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണം. അങ്ങനെ ഒരു നോട്ടം ഉണ്ടാവും, തുറിച്ചൊരു നോട്ടം. പാടില്ല എന്നായി പറയണത്. അവർക്കും അവകാശമുണ്ട്, നമുക്കും അവകാശമുണ്ട്. എല്ലാ മനുഷ്യരെയും ഒറ്റ കണ്ണുകൊണ്ട് കാണാനുള്ളൊരു വിശാല മനസ്സ് ഉണ്ടാകണം. ഉണ്ടാക്കിയെടുക്കലാണ് ഹജ്ജ്. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഒരു വിശാലമായ മനസ്സ്. നിങ്ങൾക്ക് കാണാം, അറഫയിലും മിനായിലും ഒക്കെ കടുത്ത ചൂടാണല്ലോ. ആ സമയത്ത് തോളിൽ ഒരു വെള്ളത്തിന്റെ പാത്രമിട്ട് ഓരോരോ കപ്പ് വെള്ളമൊഴിച്ച് നടന്നു പോകുന്ന ഹാജിമാർക്ക് വെള്ളം കുടിക്കാൻ കൊടുത്ത് പടച്ചതമ്പുരാന്റെ ഹൗദുൽ കൗസർ, പടച്ചതമ്പുരാന്റെ പൊരുത്തം നേടുന്ന ഹാജിമാരെ നിങ്ങൾക്ക് കാണാം. എൻ്റെ അടുത്ത് കുറച്ച് വെള്ളമുണ്ട്, ഞാനത് കൊടുക്കൂല. എൻ്റെ അടുത്തൊരു കുപ്പി വെള്ളമുണ്ട്, അത് കൊടുക്കാൻ പറ്റൂല എന്നല്ല അവർ ചിന്തിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളായ ഹാജിമാർ അവരേതോ നാട്ടുകാരാണ്, ഒരു പരിചയമില്ലാത്തവരാണ്. ഒരറക്ക് വെള്ളം ഞാൻ അവർക്ക് മുക്കിക്കൊടുക്കട്ടെ എന്ന വിശാല മനസ്സ്. അതാണ് ഹജ്ജിന്റെ ആധ്യാത്മികം.